ഹായ് എവരിവൺ. നമ്മൾ ഇതിൻ്റെ മുന്നേ കണ്ട സ്ട്രെയിൻ എന്ന് പറയുന്നത് ലീനിയർ സ്ട്രെയിൻ ആയിരുന്നു. അതായത് ഒരു പ്രത്യേക ഡയമെൻഷനായിരുന്നു നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. ഉദാഹരണത്തിന് ഈ ഒരു ക്യൂബോയിഡാണ്, ഈ ഡസ്റ്റർ ക്യൂബോയിഡാണെന്ന് വിചാരിക്കുക. ഇതിന് നമ്മൾ സ്ട്രെസ്സസ് കൊടുക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഡിറക്ഷനിൽ എന്താണ് ചേഞ്ച് ഇൻ ലെങ്ത് വിത്ത് റെസ്പെക്റ്റ് ടു ഒറിജിനൽ ലെങ്ത്, അല്ലെങ്കിൽ എക്സ് ഡിറക്ഷനിൽ ഉള്ള ഡയമെൻഷൻ്റെ മാത്രം സ്ട്രെയിൻ എന്താണ്, അല്ലെങ്കിൽ വൈ ഡിറക്ഷനിലുള്ള ഡയറക്ഷൻ്റെ മാത്രം സ്ട്രെയിൻ എന്താണ്, അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഡയമെൻഷൻ ആയിരുന്നു നമ്മൾ ഇതുവരെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്ന ടൈപ്പ് ഓഫ് സ്ട്രെയിൻ എന്ന് പറയുന്നത് വോളിയോമെട്രിക് സ്ട്രെയിൻ ആണ്. അതായത് സ്ട്രെസ്സസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ബോഡീൻ്റെ വോളിയത്തിൽ ഉണ്ടാകുന്ന സ്ട്രെയിൻ, വിച്ച് മീൻസ് ഡെൽറ്റ വി ബൈ വി, where delta V is change in volume and V is initial volume. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് വോളിയോമെട്രിക് സ്ട്രെയിൻ. ഇനി നമ്മൾ വോളിയോമെട്രിക് സ്ട്രെയിന് ഈ 3 ടൈപ്പ് ഓഫ് ഒബ്ജക്ട്സിൽ എന്തായിരിക്കും എന്നാണ് കാണാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് ക്യൂബോയിഡ്. ക്യൂബോയിഡിൻ്റെ കേസിൽ എക്സ് ആക്സിസിലുള്ള ഡിമെൻഷൻ എൽ, സെഡിൽ ബി, വൈയിൽ എച്ച് ആണെന്ന് സങ്കല്പിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വോളിയം എന്താണ്? വോളിയം ഓഫ് ദ ക്യൂബോയിഡ് ഈസ് ഗിവൺ ബൈ എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ഞാനിവിടെ രണ്ട് സൈഡിൽ ലോഗ് എടുക്കുകയാണ്, അതായത് ലോഗരിതം എടുക്കുകയാണ്. അപ്പോൾ ഇറ്റ് വിൽ ബി ലോഗ് വി ഈസ് ഈക്വൽ ടു log of L plus log of B plus log of H. ആർ എച്ച് എസിലും എൽ എച്ച് എസിലും ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോകണം, അഥവാ എന്താണ് വിത്ത് റെസ്പെക്റ്റ് ടു ദീസ് വേരിയബിൾസ് ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ എന്ത് വരും? ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഡെൽറ്റ വി ബൈ വി ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ plus delta B by B plus delta H by H. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടി. ഇതാണ് നമുക്ക് വേണ്ട വോളിയോമെട്രിക് സ്ട്രെയിൻ. അത് ഈസ് ഈക്വൽ ടു ഇതെന്താണ്? ഡെൽറ്റ എൽ ബൈ എൽ എന്ന് പറഞ്ഞാൽ അലോങ് എക്സ് ഉള്ള ലീനിയർ സ്ട്രെയിൻ ആണ്, അഥവാ നമുക്കിതിനെ എപ്സിലോൺ എക്സ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം. അടുത്തത് ഡെൽറ്റ ബി ബൈ ബി, അതായത് ഈ സെഡ് ഡിറക്ഷനിലുള്ള ലീനിയർ സ്ട്രെയിൻ ആണ്, അതിനെ നമുക്ക് എപ്സിലോൺ സെഡ് എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. അടുത്തതായിട്ട് ഡെൽറ്റ എച്ച് ബൈ എച്ച് ആണ്, അത് വൈ ഡിറക്ഷനിലുള്ളതാണ് ഉള്ള ലീനിയർ സ്ട്രെയിൻ ആണ്, അപ്പോൾ അതിനെ എനിക്ക് എപ്സിലോൺ വൈ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് മാറ്റി എഴുതുകയാണെങ്കിൽ volumetric strain of a cuboid delta V by V is nothing but epsilon x plus epsilon y plus epsilon z. Alright. അടുത്തത് ഇനി സിലിണ്ടറിൻ്റെ കേസിൽ സെയിം രീതിയിൽ നമുക്ക് ഡിറൈവേഷൻ ചെയ്യാം. പിന്നെ ഒരു നോട്ട് ചെയ്യേണ്ട കാര്യം, ഇവിടെ ഞാൻ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് ലോഗരിതമാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ലോഗരിതത്തിന് ആ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടണമെങ്കിൽ ചെറിയ ചേഞ്ച് ആയിരിക്കണം. അതുകൊണ്ട് ഈ ഡെൽറ്റ വി ബൈ വി ഒക്കെ വളരെ സ്മോൾ ആകുമ്പോഴേ ഈ റിലേഷൻ വാലിഡ് ആയിട്ടുള്ളൂ. വാലിഡ് ഓൺലി ഫോർ സ്മോൾ ചേഞ്ചസ്. ഓൾറൈറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്യൂബോയിഡിൻ്റെ കേസിലുള്ളത്. ഇനി സിലിണ്ടറിൻ്റെ കേസിൽ നമുക്കറിയാം എന്ത് വോളിയം ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച് എന്നാണ്. സെയിം രീതിയിൽ നമുക്ക് ലോഗരിതം എടുത്തിട്ട് ഡെറൈവ് ചെയ്യാം. കിട്ടുന്ന റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ഡെൽറ്റ വി ബൈ വി ഇസ് ഈക്വൽ ടു എന്താണോ കോൺസ്റ്റൻറ്റ് അതൊക്കെ റിമൂവ് ചെയ്യുക. കോൺസ്റ്റൻറ്റ് നമുക്ക് വേണ്ട. എന്നിട്ട് ഈ പവർ ഉണ്ടല്ലോ അത് ഇറക്കി എഴുതുക. അപ്പോൾ എന്ത് വരും? 2 ഇൻറ്റു റേഡിയൽ സ്ട്രെയിൻ പ്ലസ് ഇത് ലീനിയർ സ്ട്രെയിൻ ആണ്, അപ്പോൾ ഡെൽറ്റ എച്ച് ബൈ എച്ച് എന്ന് എഴുതാം. ഇതെന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ഓക്കെ റേഡിയൽ സ്ട്രെയിൻ ഞാൻ എപ്സിലോൺ ആർ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു, പ്ലസ്
ഇത് ഞാൻ വൈ ആക്സിസ് ആക്കി എടുക്കുകയാണെങ്കിൽ എപ്സിലോൺ വൈ എന്ന് എഴുതാം. ഓക്കെ, ഈ എക്സ്പ്രഷൻ പഠിക്കണമെന്നില്ല, ഇങ്ങനെ പഠിച്ചാൽ മതി. എന്ത്? വോളിയമെട്രിക് സ്ട്രെയിൻ ഇൻ കേസ് ഓഫ് എ സിലിണ്ടർ ഈസ് നത്തിങ് ബട്ട് 2 into റേഡിയൽ സ്ട്രെയിൻ പ്ലസ് ലീനിയർ സ്ട്രെയിൻ. ഓക്കെ, അടുത്തതായിട്ട് സ്ഫിയറിൻ്റെ കേസിൽ നമുക്കറിയാം വോളിയം ഇസ് ഈക്വൽ ടു 4/3 പൈ ആർ ക്യൂബ്. നമ്മളെന്ത് പറഞ്ഞു? ഈ കോൺസ്റ്റൻറ്റ് നമുക്ക് വേണ്ട. അപ്പോൾ ഡെൽറ്റ വി ബൈ വി ഈസ് ജസ്റ്റ് 3 into റേഡിയൽ സ്ട്രെയിൻ. ഓക്കെ, അപ്പോൾ ഈ 3 എക്സ്പ്രഷൻസ് ഷോർട്ട് നോട്ട്സിൽ നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് പോയ്സോൺസ് റേഷ്യോ എന്നാണ്. പോയ്സോൺസ് റേഷ്യോ നമ്മൾ മ്യൂ, ഗ്രീക്ക് ലെറ്റർ മ്യൂ വെച്ചുകൊണ്ട് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, അതിനു മുന്നേ നമുക്ക് എന്താണ് ട്രാൻസ്വേഴ്സ് ആൻഡ് ലോങ്ങിറ്റ്യൂഡിനൽ ആക്സിസ് എന്നുള്ളത് മനസ്സിലാക്കണം. ഇതൊരു സിലിണ്ടർ ആണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ലെങ്ത് വൈസ് നോക്കുകയാണെങ്കിൽ ഏതാണ് മേജർ ഡയമെൻഷൻ? ലെങ്ത് അല്ലേ. അപ്പോൾ ഈ ലെങ്ത് വൈസ് ഉള്ള ആക്സിസിന് അഥവാ ഹൊറിസോണ്ടൽ ആക്സിസിന് നമ്മൾ എന്ത് ലോങ്ങിറ്റ്യൂഡിനൽ ആക്സിസ് എന്ന് പറയും. ഓക്കെ, ആൻഡ് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് അഥവാ സൈഡ് വൈസ് നോക്കുകയാണെങ്കിലുള്ള ആക്സിസിനെ നമ്മൾ എന്ത് പറയും? ട്രാൻസ്വേഴ്സ് ആക്സിസ് എന്നും പറയും. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഈ പോയ്സോൺസ് റേഷ്യോൻ്റെ കോൺസെപ്റ്റ് എന്നുള്ളത് നോക്കാം. നിങ്ങൾ ഈ സ്പോഞ്ച് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, ഇതിൽ ഞാൻ ഇതാണല്ലോ എന്ത് നമ്മുടെ ലോങ്ങിറ്റ്യൂഡിനൽ ആക്സിസ്, ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ് എന്ന് കരുതുക. ഓക്കെ, ഇതാണ് എക്സ് ആക്സിസ്. അപ്പോൾ എക്സ് ആക്സിസിൽ ഞാൻ 2 സൈഡിലേക്കും സ്ട്രെസ്സ് കൊടുക്കാൻ പോവാണ്. ഇങ്ങനെ സ്ട്രെസ്സ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ സ്ട്രെസ്സ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ ട്രാൻസ്വേഴ്സ് ആക്സിസിൽ ഡയമെൻഷൻ ചെറുതാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. എക്സ് ആക്സിസിൽ പിടിച്ചു വലിക്കുമ്പോൾ ടെൻഷൻ കൊടുക്കുന്ന സമയത്ത്, ടെൻസൈൽ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എക്സ് ഡിറക്ഷനിൽ നീങ്ങുന്നുണ്ട്, എന്തുകൊണ്ട് വലുതാവുന്നുണ്ട്. പക്ഷെ അതേ സമയം തന്നെ എന്താവും വൈ ഡിറക്ഷനിൽ അഥവാ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ ഇതിൻ്റെ ഡയമെൻഷൻ ചെറുതാവുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇതേ സംഭവം തന്നെയാണ് നമ്മുടെ മെറ്റൽസിൽ നമ്മൾ കാണാറ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മെറ്റൽ ബ്ലോക്ക് എന്ന് സങ്കല്പിക്കുക. ഞാൻ 2 സൈഡിലും സ്ട്രെസ് കൊടുത്തു, സിഗ്മ എക്സ് മാത്രമാണ് കൊടുത്തത്. ഓക്കെ, ഇതാണ് ലോങ്ങിറ്റ്യൂഡിനൽ ആക്സിസ്, ഇതാണ് ട്രാൻസ്വേഴ്സ് ആക്സിസ്. ഓക്കെ, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള. അപ്പോൾ ഇങ്ങനെ ഞാനൊരു സിഗ്മ എക്സ് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? എക്സ് ഡയറക്ഷനിൽ എനിക്കൊരു സ്ട്രെയിൻ ഉണ്ടാവില്ലേ? അപ്പോൾ വിചാരിക്കാം എൻ്റെ ഇത് കുറച്ച് നീളം വെച്ചു, സ്ട്രെയിൻ ഉണ്ടായി, ഡെൽറ്റ എൽ എനിക്കുണ്ടായി. ഓക്കെ, ഒറിജിനൽ ലെങ്ത്ത് എൽ ആയിരുന്നു. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് എന്തുണ്ടാവും? ഒരു എക്സ് ഡിറക്ഷനിലുള്ള സ്ട്രെയിൻ ഉണ്ടാവും. ഇനി വൈ ഡിറക്ഷനിൽ നോക്കി കഴിയുമ്പോൾ എന്താണ്? വൈ ഡിറക്ഷനിൽ ഡയവേഷൻ ചെറുതായിട്ട് കുറയും. ഇതാണ് നമ്മൾ സ്പോഞ്ചിൻ്റെ കേസിൽ കണ്ടത് അല്ലേ? എക്സ് ഡിറക്ഷനിൽ ടെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ വൈ ഡിറക്ഷനിൽ എന്താവും? ചെറുതായിട്ട് ഡയമെൻഷൻ കുറയും. അപ്പോൾ ഫൈനലി ഇങ്ങനെ കുറച്ച് കുറഞ്ഞു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് ഡെൽറ്റ എൽ വൈ എന്ന് കൊടുക്കുന്നുണ്ട്, ഡെൽറ്റ എൽ എക്സ് എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഇനീഷ്യൽ ലെങ്ത് എൽ വൈ, ഇത് എൽ എക്സ് എന്നും കൊടുക്കുന്നുണ്ട്. അപ്പോൾ വൈ ഡിറക്ഷനിൽ ഒരു സ്ട്രെയിൻ ഉണ്ടാവും, നെഗറ്റീവ് സ്ട്രെയിൻ ആണ് അല്ലേ? അതെങ്ങനെ വന്നത്? വൈ ഡയറക്ഷനിൽ ഡയറക്റ്റായിട്ട് ഈ സിഗ്മ വൈ കൊടുക്കുന്നുണ്ടോ നമ്മൾ? ഇല്ല, വൈ ഡയറക്ഷനിൽ ഡയറക്റ്റായിട്ട് നമ്മളൊന്നും കൊടുക്കുന്നില്ല. പക്ഷേ എക്സ് ഡയറക്ഷനിൽ കൊടുത്തത് കാരണമായിട്ട് എന്ത്? വൈ ഡയറക്ഷനിൽ ഡയമെൻഷൻ ചേഞ്ച് വരികയാണ്, അഥവാ നെഗറ്റീവ് സ്ട്രെയിൻ വരികയാണ്. അപ്പോൾ നമുക്ക് ഈ സിഗ്മ എക്സ് അറിയാമെങ്കിൽ എങ്ങനെ ഈ വൈ ഡയറക്ഷനിൽ ഉണ്ടാകുന്ന സ്ട്രെയിൻ അഥവാ സിഗ്മ വൈ കണ്ടുപിടിക്കാം എന്നാണ് നമ്മുടെ പോയ്സൺസ് റേഷ്യോ പറഞ്ഞു തരുന്നത്. അഥവാ അതിൻ്റെ റേഷ്യോ ആണ് നമുക്ക് കിട്ടുക. മ്യൂ ഈക്വൽ ടു ട്രാൻസ്വേഴ്സ് സ്ട്രെയിൻ
ഡിവൈഡഡ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഓൾ റൈറ്റ്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഒരു നെഗറ്റീവ് ഇടണം. കാരണം നമ്മുടെ വൈ ഡയറക്ഷനിൽ എന്താ സംഭവിക്കുന്നത്? സ്ട്രെയിൻ നെഗറ്റീവ് അല്ലേ? അപ്പോൾ ഒരു ഉദാഹരണത്തിന് നെഗറ്റീവ് സംതിങ് 0.01 കിട്ടിയെന്ന് വിചാരിക്കുക. എന്ത്? എപ്സിലോൺ വൈ. എന്നിട്ട് ഈ എക്സ് ഡയറക്ഷനിലുള്ള സ്ട്രെയിന് 0.1 ആണ് എന്ന് വിചാരിക്കാം. അപ്പോൾ എന്താവും? ഈ നെഗറ്റീവ് വരുന്ന കാരണമായിട്ട് നമ്മുടെ ഇത് എപ്സിലോൺ എക്സ് ആണ്. അപ്പോൾ ഈ നെഗറ്റീവ് വരുന്ന കാരണമായിട്ട് നമ്മുടെ പോയിസൺസ് റേഷ്യോ നെഗറ്റീവ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ റേഷ്യോ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ഒരു നെഗറ്റീവ് സൈൻ ഇവിടെ കൊടുക്കുന്നതേ ഉള്ളൂ. ഓക്കെ, പോയിസൺ റേഷ്യോ ഡെഫിനിഷൻ അഥവാ ട്രാൻസ്ഫർ സ്ട്രെയിൻ വിച്ച് ഈസ് എപ്സിലോൺ വൈ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എപ്സിലോൺ എക്സ്. ഒരു 2D പ്ലെയിൻ സ്ട്രെസ് സിറ്റുവേഷൻ കൺസിഡർ ചെയ്യുക. ഓക്കെ, 2D അഥവാ പ്ലെയിൻ സ്ട്രെസ് സിറ്റുവേഷൻ കൺസിഡർ ചെയ്യുക. ഇവിടെ നമ്മളെ ഒരു ചെറിയ എലമെൻറ്റ് എടുത്തിട്ടുണ്ട്, 2D എലമെൻറ്റ് എടുത്തിട്ടുണ്ട്. ആ 2D എലമെൻറ്റിൽ എക്സ് ഡയറക്ഷനിൽ സിഗ്മ എക്സ് ആക്ട് ചെയ്യുന്നുണ്ട്, വൈ ഡയറക്ഷനിൽ സിഗ്മ വൈ ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും എപ്സിലോൺ എക്സ് അഥവാ സ്ട്രെയിൻ അലോങ് എക്സ് ആക്സിസ്? ഞാൻ ആക്സിസ് വെറുതെ ഡെനോട്ട് ചെയ്യുന്നുണ്ട്. എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇമാജിൻ ചെയ്താൽ മനസ്സിലാവും. ഈ സിഗ്മ എക്സ് ആക്ട് ചെയ്യുന്ന കാരണമായിട്ട് സ്വാഭാവികമായിട്ട് എന്താണ്? കുറച്ച് നീളം അങ്ങോട്ട് കൂടണ്ടേ? എക്സ് ഡയറക്ഷനിൽ കൂടണം. എക്സ് ഡയറക്ഷനിൽ കൂടുന്ന സമയത്ത് തന്നെ ഈ വൈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് കാരണം അത് കുറയുകയും വേണം. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഈ സിഗ്മ എക്സ് എന്താ ശ്രമിക്കുന്നത്? ഇതാണ് നമ്മുടെ ഒറിജിനൽ എലമെൻറ്റ്. ഓക്കെ, സിഗ്മ എക്സ് ആക്ട് ചെയ്യുന്നത് കാരണമായിട്ട് ഫോർ 1 സെക്കൻഡ് ഇമാജിൻ സിഗ്മ വൈ ആക്ട് ചെയ്യുന്നില്ല, എന്ന് ഇമാജിൻ ചെയ്യുക. സിഗ്മ എക്സ് മാത്രമേ ഉള്ളൂ ഈ എലമെൻറ്റിൽ ഇങ്ങനെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താവും? നമ്മുടെ എലമെൻറ്റ് കുറച്ച് നീളം വെക്കാനായിട്ട് തുടങ്ങും അല്ലേ? ഓക്കെ, ഇപ്പോൾ നമുക്കൊരു പോസിറ്റീവ് സ്ട്രെയിൻ കാണാനായിട്ട് സാധിക്കും അലോങ് എക്സ് ആക്സിസ്. ഇനി സിഗ്മ വൈ ആക്ട് ചെയ്യുന്നത് കാരണമായിട്ട് ഈ സിഗ്മ വൈ ആക്ട് കൂടി നമ്മൾ ആഡ് ചെയ്യാണ്. സിഗ്മ വൈ ആക്ട് ചെയ്യുന്ന സമയത്ത് അത് കാരണം എക്സ് ഡയറക്ഷനിൽ നിന്ന് സംഭവിക്കും. സിഗ്മ വൈ ആക്ട് ചെയ്താൽ വൈ ഡയറക്ഷനിൽ സ്വാഭാവികമായിട്ടും ഡയമെൻഷൻ ഇൻക്രീസ് ചെയ്യാൻ നോക്കുകയുള്ളൂ. സിഗ്മ വൈ ആക്ട് ചെയ്യുന്നത് കാരണമായിട്ട് എക്സ് ഡയറക്ഷൻ ചുരുങ്ങാൻ ശ്രമിക്കില്ലേ? എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഈ 2D എലമെൻ്റ് എന്ന് വിചാരിക്കുക. സിഗ്മ വൈ ആക്ട് ചെയ്യുന്നത് മേലോട്ടും പിന്നെ ഒന്ന് അടിയിലോട്ടുമാണ്. അതായത് ഇതിനെ ഇങ്ങനെ സ്ട്രെസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, മേലോട്ടും ഇങ്ങനെ സ്ട്രെസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഡയമെൻഷൻ എക്സ് ഡയമെൻഷൻ കുറയാൻ നോക്കൂലേ? എക്സ്പ്രഷൻ എന്താവും? കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ സിഗ്മ വൈ കാരണം നമുക്ക് ഒരു നെഗറ്റീവ് സ്ട്രെയിനാണ് കിട്ടുക. അത് നമുക്ക് ഇവിടെ ഡിനോട്ട് ചെയ്യാൻ ശ്രമിച്ചു നോക്കാം. അപ്പോൾ ഫസ്റ്റ് സിഗ്മ എക്സ് കാരണമായിട്ടുള്ള എന്താണ്? സിഗ്മ എക്സ് ബൈ ഇ എന്ന് പറഞ്ഞാൽ യങ്സ് മോഡുലസ്. അപ്പോൾ ഇതാണ് സിഗ്മ എക്സ് കാരണമായിട്ട് എക്സ് ഡയറക്ഷനിൽ ഉണ്ടാകുന്ന സ്ട്രെയിന്. ഇനി സിഗ്മ വൈ കാരണമായിട്ട് എക്സ് ഡയറക്ഷനിൽ എന്ത് സ്ട്രെയിൻ ഉണ്ടാവുക? അത് നമുക്ക് പോയിസൺ റേഷ്യോ യൂസ് ചെയ്യേണ്ടി വരും, വിച്ച് ഈസ് മൈനസ് മ്യൂ സിഗ്മ വൈ ബൈ ഇ അല്ലേ? ഓക്കെ, ഇനി സിഗ്മ വൈ മാത്രം ആക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഡയറക്ഷനിൽ എന്താണ് ഉണ്ടാവുന്ന സ്ട്രെയിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. ഇതാണ് ഈ കേസിൽ ലോങ്ങിറ്റ്യൂഡിനൽ ഡിറക്ഷൻ, ഇതാണ് ട്രാൻസ്വേഴ്സ് ഡിറക്ഷൻ. അപ്പോൾ നമുക്കറിയാം മ്യൂ ഈസ് ഈക്വൽ ടു ട്രാൻസ്വേഴ്സ് സ്ട്രെയിൻ ഡിവൈഡഡ് ബൈ ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഓക്കെ, ഈ കേസിൽ നമ്മൾ ലോങ്ങിറ്റ്യൂഡിലേക്ക് എടുക്കുന്നത് ഈ ആക്സിസ് ആണ്. അപ്പോൾ എന്താവും? അടിയിൽ സിഗ്മ വൈ ബൈ ഇ എന്ന് വരും അല്ലേ? ഇവിടെയാണ് നമ്മുടെ മൈനസ് സിഗ്മ എക്സ് എന്നുള്ളത്. അപ്പോൾ മ്യൂ ഇവിടെ എഴുതുന്നു. ഇതിങ്ങോട്ട് ക്രോസ് ചെയ്യുന്ന സമയത്ത് എന്താവും? മ്യൂ സിഗ്മ വൈ ബൈ ഇ ഈക്വൽ ടു മൈനസ് സിഗ്മ എക്സ്, എപ്സിലോൺ എക്സ്. അപ്പോൾ എക്സ് ഡയറക്ഷനിൽ ഉണ്ടാകുന്ന സ്ട്രെയിൻ എന്ന് പറയുന്നത് അഥവാ എപ്സിലോൺ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് മ്യൂ സിഗ്മ വൈ ബൈ ഇ. അതാണ് ഞാൻ ഇവിടെ എഴുതിയത്. സിഗ്മ എക്സ് മാത്രം ഉണ്ടായിരുന്നെങ്കിൽ ഇതായിരുന്നു വരിക. ഈ വൈ ആക്ട് ചെയ്യുന്നത് കാരണമായിട്ടും
പിന്നെ പോയിസോൺ റേഷ്യോ കാരണമായിട്ട് എന്താണ് ഈ ഒരു സ്ട്രെയിൻ കൂടെ ഉണ്ടാവും. ഓക്കെ, ഇനി അതേപോലെ എന്തായിരിക്കും വൈ ഡയറക്ഷനിലെ സ്ട്രെയിൻ? വൈ ഡയറക്ഷനിൽ ഡയറക്റ്റ് സ്ട്രെയിൻ ഉണ്ട് ആര് കാരണമായിട്ട്? സിഗ്മ വൈ കാരണമായിട്ട്. അതെന്തായിരിക്കും? സിഗ്മ വൈ ബൈ ഇ. ഇനി വൈ ഡയറക്ഷനിൽ സിഗ്മ എക്സ് കാരണമായിട്ട് സ്ട്രെയിൻ ഉണ്ടാവില്ലേ? അതെന്താണ്? മൈനസ് മ്യൂ സിഗ്മ എക്സ് ബൈ ഇ. ഓൾറൈറ്റ്, ഇതാണ് 2D കേസിൽ ഉണ്ടാവുന്ന സ്ട്രെയിൻ. ഓക്കെ, ഇതാണ് നമ്മുടെ 3D സ്ട്രെസ് എലമെൻറ്റ്. ഇനി 3D സ്ട്രെസ് എലമെൻറ്റിൽ ഒരു സിഗ്മ എക്സ് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക, ഒരു സിഗ്മ വൈ ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക, പിന്നെ ഒരു സിഗ്മ സെഡ് ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് സങ്കല്പിക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ എപ്സിലോൺ എക്സ് എന്തായിരിക്കും? സിഗ്മ എക്സ് കാരണം ഡയറക്റ്റ് ആയിട്ടൊരു സ്ട്രെയിൻ ഉണ്ടാവും അല്ലേ? അതെന്താണ്? സിഗ്മ എക്സ് ബൈ ഇ. ഓക്കെ, ഇനി സിഗ്മ വൈ കാരണമായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് പോയിസോൺ റേഷ്യോ ഉള്ള ഒരു സ്ട്രെയിൻ ഉണ്ടാവും. അതെന്താണ്? മൈനസ് സിഗ്മ വൈ ബൈ ഇ ഇൻറ്റു മ്യൂ. ഓക്കെ, ഇനി സിഗ്മ സെഡ് കാരണമായിട്ട് എന്തുണ്ടാവും? ഒരു സ്ട്രെയിൻ ഉണ്ടാവും, പോയിസോൺ എഫക്റ്റ് കാരണം. ഓൾറൈറ്റ്, അടുത്ത സ്ട്രെയിൻ എപ്സിലോൺ വൈ. എപ്സിലോൺ വൈ സിഗ്മ വൈ കാരണം ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാവുന്ന സ്ട്രെയിൻ ഒന്നാമത് സിഗ്മ വൈ ബൈ ഇ. സിഗ്മ എക്സ് കാരണമായിട്ട് വൈ ഡയറക്ഷനിൽ സ്ട്രെയിൻ ഉണ്ടാവുമല്ലോ, അതെന്താണ്? മൈനസ് മ്യൂ സിഗ്മ എക്സ് ബൈ ഇ. ഇനി സെഡ് കാരണം മൈനസ് മ്യൂ സിഗ്മ സെഡ് ബൈ ഇ. അടുത്തതായിട്ട് എപ്സിലോൺ സെഡ് വിച്ച് ഈസ് സെഡ് ഡിറക്ഷനിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെയിനാണ് ചോദിക്കുന്നത്. അത് ഡയറക്റ്റ് ആയിട്ട് ഇവൻ കാരണമായിരിക്കും അല്ലേ? സിഗ്മ സെഡ് കാരണം സിഗ്മ സെഡ് ബൈ ഇ മൈനസ് ഇൻഡയറക്റ്റ് ആയിട്ട് സിഗ്മ എക്സ് കാരണം ഉണ്ടാവും, സിഗ്മ വൈ കാരണം ഉണ്ടാവും. അപ്പോൾ സിഗ്മ എക്സ് ബൈ ഇ മൈനസ് മ്യൂ സിഗ്മ വൈ ബൈ ഇ. അപ്പോൾ ഇതാണെന്ത് 3D കേസിൽ ഓരോ ഡയറക്ഷനിലുള്ള ഓരോ ഡയറക്ഷനിലുള്ള സ്ട്രെയിൻസ് ഇഫ് 3 ആക്സിസിലും സ്ട്രെസ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ. ഓക്കെ, നമുക്കറിയാം വോളിയോമെട്രിക് സ്ട്രെയിൻ ഡെൽറ്റ വി ബൈ വി ഈസ് ഈക്വൽ ടു എപ്സിലോൺ എക്സ് പ്ലസ് എപ്സിലോൺ വൈ പ്ലസ് എപ്സിലോൺ സെഡ് എന്നാണ്. നമ്മൾ നേരത്തെ കണ്ടു അല്ലേ? ക്യൂബോയിഡിൻ്റെ കേസിൽ എന്താണ് വോളിയോമെട്രിക് സ്ട്രെയിൻ എന്നുള്ളതാണ്. ഇതിൽ നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇത് ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ വി ബൈ വി ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ പ്ലസ് സിഗ്മ സെഡ് ഡിവൈഡഡ് ബൈ ഇ ഇൻറ്റു 1 മൈനസ് 2 മ്യൂ എന്ന് കിട്ടും. ഓക്കെ, ഇത് ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്. ഇത് നിങ്ങൾ ആലോചിച്ച് വെക്കുക, അപ്പോൾ ഷോർട്ട് നോട്ട്സിൽ ഡിനോട്ട് ചെയ്ത് വെക്കുക. ഓൾറൈറ്റ്, ഇഫ് പോയിസോൺ റേഷ്യോ ഈസ് ഈക്വൽ ടു 0.5 എന്തായിരിക്കും അവസ്ഥ? 0.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താവും? ഇതങ്ങോട്ട് മാറ്റി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താവും? സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ പ്ലസ് സിഗ്മ സെഡ് ഡിവൈഡ് ബൈ ഇ ഇൻറ്റു 1 മൈനസ് 2 ഇൻറ്റു 0.5. 2 ഇൻറ്റു 0.5 1 ആണ്, 1 മൈനസ് 1 0 ആയിട്ട് മാറും. സോ 0. അതായത് പോയിസൺ റേഷ്യോ 0.5 ആണെങ്കിൽ വോളിയോമെട്രിക് സ്ട്രെയിൻ വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ, അതൊരു ചെറിയ പോയിൻ്റാണ്. ഇഫ് മ്യൂ ഈക്വൽ ടു 0.5 ഇംപ്ലൈസ് വോളിയോമെട്രിക് സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ എന്താണ് പോയിസൺസ് റേഷ്യോ എന്നും അത് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നും അത് കാരണം ഉണ്ടാകുന്ന വോളിയോമെട്രിക് സ്ട്രെയിൻ എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കാം.